കുഞ്ഞുമണികളെ, കഥ കേൾക്കാൻ റെഡിയാണോ? ഇന്നൊരു താറാവിന്റെ കഥ പറയാം. ഈ താറാവിന്റെ പേരേ നല്ല രസമുള്ളൊരു പേരാണ്. നിങ്ങൾക്കൊരു താറാവുണ്ടെങ്കിൽ അതിന് എന്ത് പേര് കൊടുക്കാനായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഒന്ന് പറഞ്ഞേ, കേൾക്കട്ടെ. ആഹാ, ഒരുപാട് രസകരമായ പേരുകളുണ്ടല്ലോ. എന്നാൽ ഇന്നത്തെ നമ്മുടെ കഥയിലെ താറാവിന്റെ പേരെന്താണെന്നറിയാമോ? ജമൈമ. നല്ല പേരല്ലേ? ജമൈമ എന്നൊരു താറാവ്. ഈ ജമൈമ താറാവ് എവിടെയാണ് താമസിച്ചിരുന്നതെന്നറിയാമോ? ഒരു വലിയ കൃഷിത്തോട്ടത്തിൽ. ആ കൃഷിത്തോട്ടത്തിൽ ഒരു കൃഷിക്കാരനുണ്ട്, അദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട്, ഒരുപാട് താറാവുകളുണ്ട്, കോഴികളുണ്ട്, ചെമ്മരിയാടുകളുണ്ട്, നായ്ക്കളുമുണ്ട്. എന്നാൽ നമ്മുടെ ഈ ജമൈമ താറാവ് ആകെ സങ്കടത്തിലാ. എന്താ കാര്യം? ജമൈമ താറാവ് എല്ലാ ദിവസവും മുട്ടയിടും. താറാവിനൊരു വലിയ ആശയുണ്ട്. സ്വന്തം മുട്ടകളുടെ മുകളിൽ അടയിരുന്ന് സ്വന്തമായി താറാമക്കളെ വേണം. എന്നാൽ അവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. എല്ലാ ദിവസവും നമ്മുടെ ജമൈമ താറാവ് മുട്ടയിട്ട് കഴിയുമ്പോൾ കൃഷിക്കാരന്റെ ഭാര്യ ഒരു കൂടയുമായി വന്ന് മുട്ടകളെല്ലാം പെറുക്കിക്കൊണ്ടു പോകും. ഇത് കാരണം ജമൈമ താറാവിന് വലിയ സങ്കടമാണ്. എനിക്ക് എന്നാണ് എൻ്റെ താറാമക്കളെ കാണാൻ പറ്റുന്നത്? എൻ്റെ മുട്ടയെല്ലാം ഈ കൃഷിക്കാരന്റെ ഭാര്യ പെറുക്കിക്കൊണ്ടു പോയാൽ എനിക്ക് എങ്ങനെയാണ് എൻ്റെ മക്കളെ കാണാൻ പറ്റുന്നത്? എനിക്ക് ഈ കൃഷിക്കാരന്റെ ഭാര്യ ഇഷ്ടമല്ല. ഞാനിവിടെ നിൽക്കില്ല, ഞാനിവിടുന്ന് എവിടെയെങ്കിലും പോവാണ് എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ട് നമ്മുടെ ജമൈമ താറാവ് ഒരു ദിവസം ആ കൃഷിയിടത്തിൽ നിന്നും ദൂരേക്ക് പോയി. നടന്ന് 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 ജമൈമ താറാവ് ഒരു കാട്ടിലൂടെ യാത്ര ചെയ്യാൻ തുടങ്ങി. അപ്പോഴതാ വഴിയിലൊരാൾ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നല്ല മാന്യനായ ഒരു കുറുക്കൻ. ഞാൻ മുട്ടയിടാൻ ഒരു സ്ഥലം അന്വേഷിച്ച് നടക്കുകയാണ്. എനിക്ക് സുരക്ഷിതമായി മുട്ടയിടാനും എന്റെ മുട്ടകൾക്ക് മുകളിൽ അടയിരിക്കാനും പറ്റണം. അങ്ങനെ ഒരു സ്ഥലം താങ്കൾക്ക് അറിയാമോ? നമ്മുടെ ജമൈമ താറാവ് കുറുക്കനോട് ചോദിച്ചു. പിന്നെ ഈ കാട്ടിൽ എനിക്കറിയാത്ത സ്ഥലങ്ങളോ? അത് മാത്രമല്ല, എന്റെ വീടിനടുത്ത് ഒരു ഒഴിഞ്ഞ മുറിയുണ്ട്. ആരും ശല്യത്തിന് വരില്ല. നിനക്ക് സ്വസ്ഥമായി അവിടെ മുട്ടയിടാം, അടയിരിക്കുകയും നിന്റെ കുഞ്ഞുങ്ങളെ വളർത്തുകയും ഒക്കെ ചെയ്യാം. വരുന്നോ എന്റെ കൂടെ? കുറുക്കച്ചന്റെ വർത്തമാനവും നോട്ടവും ഒക്കെ കണ്ടപ്പോൾ ആളൊരു നല്ലവനാണെന്ന് തോന്നിയതുകൊണ്ട് നമ്മുടെ ജമൈമ താറാവ് കുറുക്കച്ചന്റെ കൂടെ പോകാൻ തീരുമാനിച്ചു. കാട്ടിലൂടെ കുറച്ചു ദൂരം നടന്ന് തടി കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ വീടിന്റെ മുന്നിൽ എത്തിയപ്പോൾ കുറുക്കച്ചൻ പറഞ്ഞു, ദേ, ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉള്ളൂ. ഇത് മതിയാവുമല്ലോ അല്ലേ? മതി മതി, ഇത് മതി. ഞാൻ ഇതുപോലെ സുരക്ഷിതമായ ഒരു സ്ഥലമാണ് അന്വേഷിച്ചു നടന്നത്. അങ്ങനെ നമ്മുടെ ജമൈമ താറാവ് ആ വീട്ടിനുള്ളിൽ കയറി അവിടെ മുട്ടയിടാൻ തുടങ്ങി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഇനി മുട്ടയ്ക്ക് അടയിരിക്കാം നമ്മുടെ ജമൈമ താറാവ് തീരുമാനിച്ചു. അവൾ നേരെ പോയി കുറുക്കച്ചനെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, കുറുക്കച്ച, ഞാനേ ഒന്ന് നമ്മുടെ കൃഷിയിടത്തിലേക്ക് പോയിട്ട് വരാം. കാരണം നാളെ മുതൽ ഞാൻ മുട്ടകൾക്ക് അടയിരിക്കാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും ഭക്ഷണം വേണമല്ലോ. അടയിരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മുട്ട വിരിയാതെ എനിക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഞാൻ അവിടെ പോയി കുറച്ച് അരി എടുത്തുകൊണ്ട് വരാം. ആ, തീർച്ചയായും വേണം. നല്ല കാര്യം തന്നെ. എന്നാൽ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. നിനക്കൊരു നല്ല അത്താഴ വിരുന്ന് തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത്താഴ വിരുന്നെന്ന് കേട്ടതും ജമൈമ താറാവിന്റെ വായിൽ വെള്ളം വന്നു. ആഹാ, കുറുക്കച്ചൻ എനിക്ക് അത്താഴ വിരുന്ന് തരാൻ പോകുന്നെന്നോ? ഓ, നിങ്ങൾ എത്ര നല്ല മനുഷ്യനാണ് കുറുക്കച്ച, ജമൈമ താറാവ് പറഞ്ഞു. പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം, കുറുക്കച്ചൻ പറഞ്ഞു. കൃഷിയിടത്തിൽ നിന്ന് വരുമ്പോഴേ കുറച്ച് മുളകും കുറച്ച് സവാളയും കൂടി കൊണ്ടുവരാമോ? എങ്കിലല്ല നമുക്ക് രുചികരമായി കറി ഉണ്ടാക്കാൻ പറ്റുള്ളൂ.
തീർച്ചയായും കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ജമൈമ താറാവ് കൃഷിയിടത്തിലേക്ക് പോയി. കൃഷിയിടത്തിൽ ചെന്ന് കുറച്ച് അരി സംഘടിപ്പിച്ചു. അതിനുശേഷം അത്താഴ വിരുന്നിന് വേണ്ട കറിയുണ്ടാക്കാനുള്ള ഉള്ളിയും മുളകും ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ആ കൃഷിയിടത്തിലെ ഒരു വലിയ തടിയൻ വളർത്തുനായ ജമൈമ താറാവിനെ കണ്ടത്. ഹാ, നീ എവിടെയായിരുന്നു ഇത്രയും നാള്? കുറെ നാളായല്ലോ നിന്നെ കണ്ടിട്ട്. ഞാനേ ഒന്ന് മുട്ടയിടാൻ പോയതാ. ഇവിടെ നിന്ന് ഞാൻ മുട്ടയിടുമ്പോൾ എന്റെ മുട്ടയെല്ലാം കൃഷിക്കാരന്റെ ഭാര്യ എടുത്തോണ്ട് പോവുകയാണ്. എന്റെ കുഞ്ഞുങ്ങളെ കാണണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അടയിരിക്കാൻ വേണ്ടി ഒരു സ്ഥലം തേടി ഞാൻ പോയതാ. എന്നിട്ട് നീ ഇപ്പൊ എവിടെയാണ്? നായ ചോദിച്ചു. ഞാൻ കാട്ടിൽ വെച്ച് വളരെ നല്ലവനായ ഒരു കുറുക്കച്ചനെ പരിചയപ്പെട്ടു. അദ്ദേഹമാണ് എനിക്ക് വേണ്ട എല്ലാ സഹായവും ഇപ്പൊ ചെയ്യുന്നത്. നല്ലവനായ കുറുക്കനോ? നമ്മുടെ നായയ്ക്ക് സംശയം തോന്നി. ആട്ടെ, നീ എന്തിനാണ് ഈ ഉള്ളിയും മുളകുമൊക്കെ കൊണ്ടുപോകുന്നത്? ആ അതെ, കുറുക്കച്ചൻ പറഞ്ഞു എനിക്കൊരു നല്ല അത്താഴ വിരുന്ന് തരാമെന്ന്. ഇതും കൂടി ആയപ്പോൾ നമ്മുടെ നായയ്ക്ക് ആകെ സംശയമായി. ആ കുറുക്കൻ ഒരു കൗശലക്കാരൻ തന്നെ. നമ്മുടെ നായ മനസ്സിൽ പറഞ്ഞു, ഈ ഉള്ളിയും മുളകുമൊക്കെ ചേർത്ത് നല്ല മസാല ഉണ്ടാക്കി ഈ ജമൈമയെ തന്നെ അത്താഴമാക്കാനുള്ള പദ്ധതിയാണ് അവന്റേത്. നമ്മുടെ നായ മനസ്സിൽ പറഞ്ഞു. ശരി ശരി, നീ പൊയ്ക്കോളൂ, സൂക്ഷിക്കണം കേട്ടോ എന്നു പറഞ്ഞ് ജമൈമ താറാവിനെ നായ യാത്രയാക്കി. എന്നിട്ട് അവൻ അവന്റെ മറ്റു ചില കൂട്ടുകാരെ കൂടി സംഘടിപ്പിച്ചു ജമൈമ താറാവിന്റെ പിന്നാലെ പതുങ്ങി പതുങ്ങിപ്പോയി. ജമൈമ താറാവ് അരിയും ഉള്ളിയും മുളകും ഒക്കെ താങ്ങിയെടുത്ത് വീണ്ടും കാട്ടിലൂടെ നടന്ന് വീടിന് മുന്നിലെത്തി. ജമൈമ താറാവിന്റെ ശബ്ദം കേട്ടപ്പോൾ കുറുക്കച്ചൻ പെട്ടെന്ന് വെടിയിലേക്ക് വന്നു. എന്താ നീ ഇത്ര താമസിച്ചത്? കുറുക്കച്ചൻ ദേഷ്യത്തോടെ ചോദിച്ചു. ജമൈമ താറാവിന് വിഷമമായി. ഇതെന്താ നല്ലവനായ കുറുക്കച്ചൻ ദേഷ്യപ്പെടുന്നത്? പെട്ടെന്ന് അരിയൊക്കെ അകത്തു കൊണ്ടുവയ്ക്കൂ, കുറുക്കച്ചൻ വീണ്ടും ദേഷ്യത്തോടെ പറഞ്ഞു. ജമൈമ സംശയത്തോടെ ആ വീടിനുള്ളിലേക്ക് കടന്നു. അപ്പോഴതാ കുറുക്കച്ചൻ ഉടനെ വീടിന്റെ വാതിൽ പുറത്തു നിന്നും കുറ്റിയിട്ടു. അയ്യോ കുറുക്കച്ച, നിങ്ങൾ എന്താ കാണിക്കുന്ന? വാതിൽ തുറക്കൂ, ജമൈമ വിളിക്കാൻ തുടങ്ങി. അപ്പോഴതാ കുറുക്കച്ചൻ ഉച്ചത്തിൽ ചിരിക്കുന്നു. മണ്ടി താറാവേ, ഇന്ന് ഞാൻ താറാവിറച്ചിയാണ് മസാലയൊക്കെ പുരട്ടി അത്താഴത്തിന് പൊരിച്ചെടുത്ത് കഴിക്കാൻ പോകുന്നത്. നിനക്കറിയാമോ എന്ത് രുചിയായിരിക്കും? എനിക്ക് ആലോചിച്ചിട്ട് തന്നെ വായിൽ വെള്ളം വരുന്നു. നമ്മുടെ കുറുക്കച്ചൻ പറഞ്ഞു. ജമൈമ താറാവിന് അപ്പോഴാണ് അപകടം മനസ്സിലായത്. അവൾ കരയാൻ തുടങ്ങി. എന്നാൽ അപ്പോഴതാ ഒരു ശബ്ദം കേൾക്കുന്നു. ഭൂ ഭൂ ഭൂ. അയ്യോ, നായ്ക്കൾ! ഇതെവിടെ നിന്നാ നായ്ക്കളുടെ ശബ്ദം? ജമൈമ കാതു കൂർപ്പിച്ചു. അപ്പോഴേക്കും പുറത്താകെ ബഹളം കേൾക്കാൻ തുടങ്ങി. കുറുക്കന്റെ ഓരിയിടലും നായ്ക്കളുടെ കുരയും എല്ലാം കൂടി ആകെ ബഹളം. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എല്ലാം ശാന്തമായി. അപ്പോഴതാ ആരോ വാതിൽ തുറക്കുന്നു. നോക്കിയപ്പോൾ കൃഷിയിടത്തിലെ ആ തടിയൻ നായ. അവൻ പറഞ്ഞു, ജമൈമ താറാവേ, ആ കുറുക്കൻ ഒരു കൗശലക്കാരനായിരുന്നു. അവൻ നിന്നെ അപകടത്തിലാക്കാൻ നോക്കുകയായിരുന്നു. ഞങ്ങൾ അവനെ വിരട്ടി ഓടിച്ചു. ഇനി അവൻ ഈ വഴി വരില്ല. കൂട്ടുകാരാ, വളരെ നന്ദി എന്റെ ജീവൻ രക്ഷിച്ചതിന്. ജമൈമ താറാവ് ആശ്വാസത്തോടുകൂടി പറഞ്ഞു. ഒരു കാര്യം ചെയ്യൂ, നിന്റെ മുട്ടകളെല്ലാം എടുത്തുകൊണ്ട് എന്റെ കൂടെ വരൂ. നമുക്ക് കൃഷിയിടത്തിലേക്ക് പോകാം. അവിടെ തന്നെ കൃഷിക്കാരന്റെ ഭാര്യ കാണാത്ത ഒരു സ്ഥലത്ത് ഈ മുട്ടകൾ നമുക്ക് സൂക്ഷിക്കാം. അവിടെ നീ അടയിരുന്നോളൂ. അങ്ങനെ ജമൈമ താറാവ് തന്റെ മുട്ടകളെല്ലാം പെറുക്കി നമ്മുടെ തടിയൻ നായയുടെ കൂടെ പോയി. കൃഷിത്തോട്ടത്തിന്റെ ഒരരികത്ത് തന്റെ മുട്ടകൾ സുരക്ഷിതമായി വച്ച് ജമൈമ താറാവ് അതിനു മുകളിൽ അടയിരുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ നല്ല അരുമ താറാമക്കൾ മുട്ടയിൽ നിന്നും വെളിയിൽ വന്നു. ജമൈമ താറാവിന് സന്തോഷമായി. പിന്നീട് ഒരിക്കലും ജമൈമ താറാവ് കൃഷിയിടം വിട്ട് എവിടെയും പോയിട്ടില്ല. താറാവമ്മയും താറാമക്കളും സന്തോഷമായി ജീവിച്ചു. കുഞ്ഞുമണികളെ, കഥ ഇഷ്ടമായോ? ഇത് ഇംഗ്ലീഷ് എഴുത്തുകാരിയായ
ബിയാട്രിക്സ് പോട്ടറിന്റെ ജമൈമ ദ പഡൽ ഡാക്ക് എന്ന ഇംഗ്ലീഷ് കഥ ഞാൻ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് വേണ്ടി മലയാളത്തിൽ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.